നമസ്കാരം. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പലരും രോഗദുരിതങ്ങൾ കൊണ്ടും കൂടോത്ര ആഭിചാര ദോഷങ്ങൾ കൊണ്ടും പ്രാക്ക് ദോഷം കൊണ്ടും ദൃഷ്ടിദോഷം കൊണ്ടും കൈവിഷം കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഞാനിന്ന് പറയുന്നത്. അതായത് വെറും പരിഹാരമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അധികം കാശ് മുടക്കില്ലാത്ത ഒരു പരിഹാരമാണ് പറയുന്നത്. കൂടോത്ര ആഭിചാര ദോഷങ്ങളൊക്കെ മാറുവാനായി പലരും പ്രാർത്ഥിക്കുന്നത് ഭദ്രകാളി ദേവിയെയാണ്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് രൗദ്രഭാവത്തിലുള്ള ദേവിയായ ചാമുണ്ഡി ദേവിയെക്കുറിച്ചാണ്. ചാമുണ്ഡേശ്വരി എന്നും പറയും. ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഭിചാര ദോഷങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടി തന്ത്രിമാരും മറുമന്ത്രം പ്രയോഗിക്കുന്നത് ഉഗ്രമൂർത്തികളായ ദേവിമാരെ ഉപാസിച്ചുകൊണ്ടാണെന്ന്. അത്തരത്തിൽ ഒരുപാട് തന്ത്രിമാർ ഉപാസിക്കുന്ന ഒരു ദേവിയാണ് ചാമുണ്ഡി ദേവി. ശക്തിയുടെ, പാർവതി ദേവിയുടെ മറ്റൊരവതാരമാണ് ചാമുണ്ഡി ദേവി. രാക്ഷസന്മാരായ ചണ്ഡനെയും മുണ്ടനെയും വധിച്ചതിനു ശേഷം ചാമുണ്ഡി എന്ന നാമത്തിൽ ദേവി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. കേരളത്തിൽ ഒരുപാട് ചാമുണ്ഡി ദേവി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു പ്രസിദ്ധമായ ചാമുണ്ഡി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, കൂടോത്ര ആഭിചാര ദോഷങ്ങൾ ബാധിച്ച് ഒരുപാട് പേർക്ക് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു തന്ത്രിയെ പോയി കണ്ട് പരിഹാരം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അധികം കാശ് ചെലവില്ലാതെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാനായി സാധിക്കും. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു അറിവ് കൊണ്ട് ഉപകാരവും ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊഴുവൻകോട് ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. 500 വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. ചാമുണ്ഡി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതോടൊപ്പം ഗണപതി ഭഗവാനും ഹനുമാൻ സ്വാമിയും മോഹിനി യക്ഷിയും ദുർഗാദേവിയും കരിങ്കാളിയും നവഗ്രഹമൊക്കെ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഈ ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കില്ല. 3 ദിവസം മാത്രമാണ് തുറക്കുന്നത്. അതായത് ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് തുറക്കുന്നത്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 4:30 മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറയാനുള്ള പ്രധാന കാരണം, കൂടോത്രം ഏറ്റിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇനി എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടുമെന്നോർത്ത് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് 100% ധൈര്യത്തിൽ പോകാവുന്നതാണ്. കാരണം ഇവിടെ നമുക്കൊരു പൂജ ചെയ്യേണ്ട, ഒരു തന്ത്രിയെ കണ്ട് പ്രശ്നം വെക്കേണ്ട, പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ചെയ്യേണ്ട. ദേവിയോട് നമുക്ക് നേരിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാവുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട്. ഇവിടെ കൂടോത്ര ആഭിചാര ദോഷങ്ങൾ മാത്രമല്ല, നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം, നമ്മളുടെ ശരീര പ്രശ്നങ്ങൾ മൂലം നമുക്കുണ്ടാകുന്ന രോഗം മാറാനും ഒരുപാട് പേർക്ക് ഈ ക്ഷേത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ തന്ത്രിമാർ ദക്ഷിണ വാങ്ങില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമല്ല. ഏത് മതത്തിൽപ്പെട്ടവർക്കും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ്. ഇനി ഞാൻ ഇവിടുത്തെ പ്രധാന 2 വഴിപാടുകളെക്കുറിച്ച് പറയാം. ഇവിടെ ഒരുപാട് വഴിപാടുകളുണ്ട്. എന്നാലും ഈ 2 വഴിപാടുകളാണ് കൂടുതൽ പേർക്കും വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ വഴിപാട് കരിക്ക് വഴിപാടാണ്. ഇതിനായി ഒരു കരിക്ക് വാങ്ങി ക്ഷേത്രത്തിൽ ചെന്നിട്ട് കരിക്ക് വഴിപാടിൻ്റെ റെസീറ്റ് എഴുതുക. 10 രൂപ 12 രൂപയൊക്കെയാണ് റെസീറ്റിൻ്റെ ചാർജ് വരുന്നത്. ശേഷം ആ കരിക്കും റെസീറ്റും കൂടി നമ്മൾ ദേവിയുടെ നടയിൽ വെക്കണം. തന്ത്രി വന്ന് അതെടുത്ത് നമ്മുടെ നാളും പേരും ഒക്കെ പറഞ്ഞ് പൂജിച്ചതിന് ശേഷം ദേവിയുടെ നടയിൽ വെച്ച് തന്നെ നമുക്കത് തരുന്നതായിരിക്കും. ദേവിയുടെ നടയുടെ മുൻപിൽ നിന്ന് വേണം നമ്മൾ ആ ഒരു കരിക്ക് കുടിക്കുവാൻ വേണ്ടി. ഈ ഒരു വഴിപാട് പ്രധാനമായും ചെയ്യുന്നത് കൈവിഷം മാറാൻ വേണ്ടിയാണ്. കൈവിഷം എന്നത് ഒരു വിഷം തന്നെയാണ്.
പച്ചമരുന്നുകളും മന്ത്രങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു വിഷം. അത്തരത്തിലുള്ളൊരു വിഷം നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ടെങ്കിൽ ഈ ഒരു കരിക്ക് കുടിച്ചതിന് ശേഷം ആ ഒരു വിഷമൊക്കെ ഇല്ലാതാകുന്നതാണ്. അതുപോലെ തന്നെ ഈ കൈവിഷം മൂലം നമുക്കുണ്ടായിട്ടുള്ള രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാവുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വഴിപാടാണിത്. രണ്ടാമത്തെ വഴിപാടാണ് പൊങ്കാല വഴിപാട്. ഞാൻ പറഞ്ഞിരുന്നു, ഈ ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കില്ല. ആഴ്ചയിൽ 3 ദിവസമാണ് തുറക്കുന്നത്. ആ 3 ദിവസവും സ്ത്രീകൾക്ക് അവിടെ പോയി പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. പ്രധാനമായിട്ട് രോഗദുരിതമൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത്. നമുക്ക് പറയാം, എല്ലാ മാസവും വന്ന് പൊങ്കാല ഇട്ടേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 11 പൊങ്കാല ഇട്ടേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു പൊങ്കാല ഇട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ തുടർന്നിട്ടാലും മതി. അത്രയും പവർഫുള്ളാണ് ഇവിടുത്തെ പൊങ്കാല. ഈ ഒരു വീഡിയോ ആഭിചാര ദോഷങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ മാറി എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ.